മിണ്ടാണ്ടിരുന്ന നീ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും പേരോട് സംസാരിക്കണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാക്ക് ബെഞ്ചിൽ, ഞാനൊക്കെ ബാക്ക് ബെഞ്ചർ ആവുന്നു കേട്ടോ. ഞാൻ ബാക്ക് ബെഞ്ച് പണ്ട് തൊട്ട് ബാക്ക് ബെഞ്ചിലാണ്. ബാക്ക് ബെഞ്ചിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യനുണ്ട്. അവൻ വളരെ സൈലന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൈലന്റ് കാമായിട്ടുള്ള ഒരുത്തനാണ്. അവൻ വായ തുറന്നൊന്നും സംസാരിക്കാത്തൊരു മനുഷ്യനായി. ഞാൻ പറയുകയാണെങ്കിൽ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രസന്റ് എന്ന് പറയുന്നത് തന്നെ പ്രസന്റ് കേൾക്കാത്ത രീതിയിൽ. അപ്പൊ ഏറ്റവും ബാക്കിലായതുകൊണ്ട് കൈ പൊക്കി ഇങ്ങനെ പ്രസന്റ് എന്ന് പറയുമ്പോൾ അറിയാം. എപ്പോഴും ഒരു ശാന്തനാണ് അവൻ, എപ്പോഴും ശാന്തമായിട്ടിരിക്കുന്ന ഒരാളാണ്. പഠിക്കാനാണെങ്കിലും മോശം എന്ന് ഞാൻ പറയില്ല, കാരണം ബിലോ ആവറേജ്. ബിക്കോസ് ഞങ്ങളൊക്കെ ഒരൊറ്റ കാറ്റഗറി ആയിരുന്നു, ബിലോ ആവറേജ്. ഈ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരെ വന്ന് ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പെൺകുട്ടികളൊക്കെ. അപ്പൊ ആ ടൈമിൽ ഞങ്ങൾ വന്ന് ചൊറിയുന്ന ഒരു ടീംസ് ഉണ്ട്. വന്നിട്ട് നീ എന്ത് വായം തുറക്കാണ്ട് ഇങ്ങനെ മിണ്ടായിരിക്കും, നിനക്ക് എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മാനസികമായിട്ട് കുത്തി നോക്കിക്കുന്ന അല്ലെങ്കിൽ ചൊറിയുന്ന മീൻസ് അങ്ങനെയെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യട്ടെ എന്ന് കരുതി ചൊറിഞ്ഞു ചെന്ന ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. അവള് വന്ന് പറഞ്ഞത് ഓർക്കുന്നത്, നീ എന്ത് ഊമയാണോ, നീ എന്ത് വായം തുറക്കാത്തെന്ന് ചോദിച്ചിട്ട്. അന്ന് ആദ്യമായിട്ട് അവൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ വെറുതെ അനാവശ്യമായിട്ട് സംസാരിച്ച സമയം കളയാറില്ല. ഞാൻ എന്നെ തന്നെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവളപ്പം തന്നെ അതിനെ കളിയാക്കി പുച്ഛിച്ച് തള്ളിപ്പോയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും അവരുടേതായ വഴികളിൽ വളർന്നിട്ടുണ്ട്, അവരുടേതായ രീതിയിൽ അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നീട് ഈ സംസാരിക്കാതിരുന്നവൻ പൊതുവേദികളിൽ സംസാരിക്കുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. ആ ഒരു സ്റ്റേജിലോട്ട് അവൻ എത്തി. അവന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, അവനൊരു എന്റർപ്രണർ ആണ്. അങ്ങനെ കുറെ നാളിന് ശേഷം ഞങ്ങളെല്ലാവരും ഒബ്രോ മാളിൽ വെച്ചിട്ട് കണ്ട്. അന്ന് ഇവളെക്കാളും കൂടുതൽ ഇവൻ സംസാരിച്ചു, മനസ്സിലായ? അപ്പൊ ഇവള് ആക്ച്വലി വണ്ടടിച്ചു. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് ആ ഒരു ആത്മബന്ധത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവൾ പറഞ്ഞു, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനപ്പോ ആലോചിച്ചു, അന്ന് മിണ്ടാണ്ടിരുന്ന നീ എങ്ങനെ ഇപ്പൊ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു, എങ്ങനെ ഈ പോസിറ്റീവ് ഓറ നിന്നെ കൊണ്ട് എങ്ങനെ ഇത് കൊണ്ടുവന്നത്, ഇതൊക്കെ നിന്റെ ഉള്ളിൽ ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒബ്സർവ് ചെയ്യായിരുന്നു, ആളുകളോടുള്ള പെരുമാറ്റം, ആളുകൾ എങ്ങനെ പെരുമാറുന്നു, സൈലന്റ് ആയിട്ട് നിന്നിട്ട് മറ്റുള്ളവരുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുകയായിരുന്നു. അല്ലാതെ വായിക്കാത്ത പഴം തള്ളിക്കൊണ്ട് വെച്ച് മിണ്ടാണ്ടിരുന്നല്ല, മനസ്സിലായ? ഞാൻ തമാശ രൂപമാണ് പറഞ്ഞതാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്.